പേരക്കുട്ടിയുടെ ആദ്യത്തെ വിഷു അത് ഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖും കുടുംബവും. സിദ്ദിഖിന്റെ കൊച്ചിയിലെ വീട്ടിൽ ഒരുക്കിയ അതിമനോഹരമായ വിഷുക്കണിക്ക് മുന്നിൽ പട്ടുപാവാടയിട്ട് നിൽക്കുന്ന സുന്ദരിക്കുട്ടിയുടെ ചിത്രമാണ് ഇപ്പോൾ താരകുടുംബത്തിലെ മുഴുവൻ പേരുടെയും മൊബൈൽ വാൾപേപ്പറുകൾ പോലും. പേരക്കുട്ടി ജനിച്ചതിനു ശേഷമുള്ള ചടങ്ങുകളും മറ്റും പൂർണ്ണ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ താരകുടുംബത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മൂത്ത മകന്റെ വേർപാടിന്റെ വേദനകളെല്ലാം ഇപ്പോൾ സിദ്ദിഖും ഭാര്യയും ഷഹീനും അമൃതയുമെല്ലാം മറക്കുന്നത് കുഞ്ഞ് ദുവാമോളുടെ കളിച്ചിരികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വിഷു സ്വന്തം വീട്ടിൽ ആഘോഷമാക്കുകയായിരുന്നു സിദ്ദിഖ്. തങ്ങളുടെ കുഞ്ഞു രാജകുമാരിക്ക് കൈനീട്ടമായി നൽകാൻ സ്വർണ്ണ കോയിനുകളാണ് സിദ്ദിഖ് ഒരുക്കി വച്ചതും. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനും നടനുമായ ഷഹീനും ഡോക്ടറായ ഭാര്യ അമൃതയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. സിദ്ദിഖിനെയും കുടുംബത്തെയും കണ്ണീരിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിവിട്ട മൂത്ത മകൻ റാഷൻ എന്ന സാപ്പിയുടെ മരണം സംഭവിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടവെയായിരുന്നു ആ കുഞ്ഞുമോളുടെ ജനനം. ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ കുടുംബത്തെ ഈ കുഞ്ഞ് ഏറെ സഹായിക്കുകയും ചെയ്തു. തുടർന്ന് 2 ആഴ്ചയ്ക്കിപ്പുറമാണ് അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൻ്റെ സന്തോഷം ഷഹീൻ ആരാധകരുമായി പങ്കുവച്ചത്. കുഞ്ഞിൻ്റെ 2 കാലുകളിലും അതിമനോഹരമായ ഡയമണ്ട് റിങ്ങുകൾ കൊളുത്തിയുള്ള ചിത്രം പങ്കുവച്ചാണ് ആ വിശേഷം ഷഹീൻ അറിയിച്ചത്. ദുവാ ഷഹീൻ എന്നാണ് ആ കുഞ്ഞു മോൾക്ക് പേരിട്ടത്. ഇപ്പോഴിതാ വിഷുക്കണിയുടെ ഐശ്വര്യത്തെയും കടത്തിവെട്ടുന്ന അവളുടെ നിറപുഞ്ചിരി മനോഹരമായി പകർത്തി ഷഹീൻ പങ്കുവച്ച ചിത്രമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. വലിയ കണ്ണാടിക്ക് മുന്നിൽ കുലയായി തൂക്കിയിട്ട കണിക്കൊന്നയും അതിനു മുന്നിൽ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രവും വലിയ ഉരുളിയിൽ കണിവെള്ളരിയും പഴങ്ങളും പച്ചക്കറികളും 5 തിരിയിട്ട നിലവിളക്കും കൊളുത്തി മയിൽപ്പീലിയുമെല്ലാം വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കുഞ്ഞുമുടി കൊമ്പുകെട്ടി പട്ടുപാവാടയിട്ട് സുന്ദരിയായാണ് ദുവാ ഷഹീനെ ഒരുക്കിയിരിക്കുന്നത്. വീട്ടിൽ വിഷുക്കണി ഒരുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സിദ്ദിഖിന്റെ മരുമകൾ ഒരു ഹിന്ദു പെൺകുട്ടി കൂടിയാണ്. മതത്തിന്റെ യാതൊരു അതിർവരമ്പുകളും നോക്കാതെയുള്ള പ്രണയവിവാഹമായിരുന്നു അമൃതയുടെയും ഷഹീന്റേതും. ഡോക്ടർ കൂടിയായ മരുമകളെ ഇരുകൈയും നീട്ടിയാണ് സിദ്ദിഖ് സ്വീകരിച്ചത്. വിവാഹശേഷം വീട്ടിലുള്ള എല്ലാ വിശേഷങ്ങളും സിദ്ദിഖ് ഗംഭീരമാക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. മുസ്ലിം ആഘോഷങ്ങളിൽ മരുമകളും പങ്കുചേർന്നിരുന്നു. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു ഇക്കഴിഞ്ഞ ഈദ് ആഘോഷത്തിൽ അമൃതയും പങ്കാളിയായതും പേരക്കുട്ടിയുടെ ആദ്യ വിഷു സിദ്ദിഖും കുടുംബവും ആഘോഷമാക്കിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.